നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിഷുവിന് മുമ്പ് 3 ഗഡു ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. 1 ഗഡു പെൻഷൻ വിതരണം തുടരുകയാണ്. അടുത്ത 2 എണ്ണമാണ് വിഷുവിന് മുമ്പ് കൊടുത്തു തീർക്കുക. വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുടക്കവും വരുത്തില്ലെന്നും മന്ത്രി. സൈനികനെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കോവൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. ചിറ്റാണിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സൈനികനെ 3 അംഗ സംഘം മർദ്ദിച്ചത്. അച്ഛനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ റിമാൻഡിൽ. തേവലക്കര കോയിവിള സ്വദേശി മനോജ് കുമാറാണ് റിമാൻഡിലായത്. മദ്യപിച്ചെത്തിയ മനോജ് പണം ആവശ്യപ്പെട്ട് അച്യുതൻ പിള്ളയെ മർദ്ദിക്കുകയായിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വിഷുവിന് മുമ്പ് 3 ഗഡു പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. എഴുകോൺ കല്ലട റോഡിന്റെ നവീകരണ ഉദ്ഘാടനം കാട്ടായിക്കോണത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോവൂർ കുഞ്ഞുമോൻ MLAയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് എഴുകോൺ കല്ലട റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചത്. സംസ്ഥാനത്ത് വിഷുവിന് മുമ്പ് 3 ഗഡു ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ക്യാബിനറ്റ് അനുവദിച്ചിട്ടാണ് ഇപ്പോൾ നിർമ്മാണം തുടങ്ങാൻ പോകുന്നത്. നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ നല്ല നീളത്തിലുള്ള റോഡാണെങ്കിലും ടാറിങ്ങിന്റെ സമ്പ്രദായവും സംവിധാനവും എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്നതുണ്ട്. 8 കോടി രൂപയുടെയാണ് പ്രവൃത്തിയെന്ന് നിങ്ങൾക്കറിയാം. സാധാരണ മുമ്പൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ല ഇത്തരം വലിയ ചിലവുള്ള റോഡുകൾ. പക്ഷെ ഇപ്പോൾ ധാരാളം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ട്. KSTP റോഡ് കഴിഞ്ഞു വന്നപ്പോൾ ലോകത്ത് ഇന്നുള്ള ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യയാണ് ഈ VMNVC. കാട്ടായിക്കോണത്ത് എഴുകോൺ കല്ലട റോഡ് നവീകരണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും 1 ഗഡു പെൻഷൻ വിതരണം തുടരുകയാണ്. അടുത്ത 2 എണ്ണമാണ് വിഷുവിന് മുമ്പ് കൊടുത്തു തീർക്കുക. സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുടക്കവും വരുത്തില്ല. ഇവിടെ നവീകരിക്കുന്ന റോഡ് രാജ്യാന്തര നിലവാരത്തിലാകും പൂർത്തിയാക്കുക. റോഡ് വികസനത്തിൽ എന്ന പോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഇതര വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലും വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും മന്ത്രി അവകാശപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം സുമാലാൽ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ട് വീട്ടിലെത്തിയ ആൾ ഭിന്നശേഷിക്കാരിയായ യുവതിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. അഞ്ചൽ വടമണിലാണ് സംഭവം. പുനൂർ സ്വദേശി നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുഖമില്ലാത്ത കൊച്ചാ. ഞാൻ വീട്ടിൽ വന്ന് കയറി അതിനെ വെള്ളം ചോദിച്ചു. അങ്ങനെ തള്ള വെള്ളം എടുക്കാൻ പോയി. ഒരു സമയത്ത് അതിൻ്റെ അടുത്ത് ചെന്ന് വെള്ളങ്ങൾ കാണിച്ചെന്ന് പറയുന്നു. ബഹളം കേട്ട് അയൽവാസികളും നാട്ടുകാരും ഓടിക്കൂടിയാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. ഓടിയെത്തിയ നാട്ടുകാരെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ആളിനെ പിടികൂടി തടഞ്ഞുവെച്ച് അഞ്ചൽ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ SI സാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലാണ് ഇയാൾ പുല്ലൂർ സ്വദേശിയാണെന്നും പേര് നൌഷാദ് എന്നാണെന്നും മനസ്സിലായത്. സമീപ വസ്തുവിൽ മാങ്ങ പറിക്കാൻ വന്ന ഇയാൾ കുടിക്കാൻ ഒരൽപ്പം വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതിയുടെ വീട്ടിലെത്തിയത്. യുവതിയുടെ മാതാവ് അടുക്കളയിൽ ഇയാൾക്ക് കുടിക്കാൻ വെള്ളമെടുക്കാൻ പോയ സമയത്താണ് ഭിന്നശേഷിക്കാരിയായ യുവതിയെ നൌഷാദ് കടന്നുപിടിക്കാൻ ശ്രമിച്ചത്. ഉപദ്രവിക്കാൻ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു കൊച്ചുങ്ങളെ. അതുകൊണ്ട് അതിന് ശരീരത്തിൽ തൊട്ടില്ല, അല്ലെങ്കിൽ അതിനെ ഉപദ്രവിച്ചേനെ. അപ്പോൾ ഇത്രയും സംഭവം ഇവിടെ നടന്ന് കുഞ്ഞുങ്ങൾ പിടിച്ചിവിടെ നിർത്തി പോലീസിനെ വിളിച്ച് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ തളർന്ന് വയ്യാതെ വെളി വിളിച്ചെത്തിക്കുന്ന ഞങ്ങളുടെ പ്രായമുണ്ട്. വയ്യാതിരിക്കുന്ന ഒരു പെണ്ണായിരുന്നുള്ളൂ. യുവതിയുടെ ശബ്ദം കേട്ടാണ് അയൽവാസികൾ യുവതിയുടെ വീട്ടിലെത്തിയത്. അയൽക്കാർ എത്തിയതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച നൌഷാദിനെ നാട്ടുകാർ പിടികൂടി തടഞ്ഞുവെച്ച് അഞ്ചൽ പോലീസിനെ വിളിച്ചു വരുത്തി ഏൽപ്പിക്കുകയായിരുന്നു. യുവതിയുടെ കഴുത്തിൽ സ്വർണ്ണമാല ഉണ്ടായിരുന്നു. ഇത് മോഷ്ടിക്കാനാണോ യുവതിയെ ഇയാൾ കടന്നുപിടിക്കാൻ ശ്രമിച്ചതെന്നും നാട്ടുകാർ സംശയിക്കുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും യുവതിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചതിനും അപമര്യാദയായി പെരുമാറിയതിനും നൌഷാദിനെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രസേനയും പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. കരുനാഗപ്പള്ളി, തൊടിയൂർ, വെളുത്തമണലിൽ നിന്നും തഴവ AVHS ജംഗ്ഷൻ വരെയായിരുന്നു റൂട്ട് മാർച്ച് നടത്തിയത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കേന്ദ്രസേനയും പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് തൊടിയൂർ, വെളുത്തമണലിൽ നിന്നും തഴവ AVHS ജംഗ്ഷൻ വരെയായിരുന്നു റൂട്ട് മാർച്ച്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെയും സ്പെഷ്യൽ ബ്രാഞ്ച് ACP, CISF ഡെപ്യൂട്ടി കമാൻഡർ, കരുനാഗപ്പള്ളി ACP പ്രദീപ്, CM മോഹിത്, SI ഷിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരേഡ് നടത്തിയത്. നിർഭയമായും സ്വതന്ത്രമായും വോട്ട് രേഖപ്പെടുത്തുന്നതിന് ജനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
സൈനികനെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കോവൂർ സ്വദേശികളായ ദീപക് കുമാർ, രാജ്കുമാർ, വിജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ചിറ്റാനിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കോവൂർ സ്വദേശി വിജയിയെ 3 അംഗ സംഘം മർദ്ദിക്കുകയായിരുന്നു. മൈനാഗപ്പള്ളി കോവൂരിൽ ഉത്സവത്തിനിടെ സൈനികന് മർദ്ദനമേറ്റ സംഭവത്തിലാണ് 3 പേർ പിടിയിലായത്. കോവൂർ ചിറ്റാനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് കോവൂർ സ്വദേശിയായ വിജയ്ക്ക് മർദ്ദനമേറ്റത്. തോപ്പിൽ മുക്കിൽ വെച്ച് 3 സംഘം ഇയാളെ ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ വിജയ്ക്ക് സാരമായി പരിക്കേറ്റു. സംഭവത്തിൽ കോവൂർ ദീപക് ഭവനിൽ ദീപക് കുമാർ, രാജ്കുമാർ, വിജേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കാരിക്കൽ ചെറുപൊയ്ക റോഡിലാണ് അംഗനവാടി കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷതയിൽ നടന്ന സ്മാർട്ട് അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹ സൃഷ്ടിക്കായാണ് സർക്കാർ പ്രവർത്തനമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ശ്രീ സോമപ്രസാദ് MP അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്ത് നൽകിയ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുമാണ് ഇങ്ങനൊരു നല്ല വിപുലമായ സൗകര്യമുള്ളൊരു അംഗൻവാടി വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ അംഗൻവാടികളും സൗകര്യങ്ങളും സ്കൂളുകളും ഒക്കെ കണ്ടാൽ മറ്റ് പല സംസ്ഥാനത്തും പല പ്രദേശത്തുമുള്ള ആളുകൾക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലേക്ക് സൗകര്യമുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ ജനങ്ങളുടെ ഇച്ഛയാണ്, ജനങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ പഠിച്ചു മുന്നേറാനുള്ള സാഹചര്യമൊരുക്കുകയാണ് സർക്കാർ. മികവുറ്റ സൗകര്യങ്ങളാണ് നാട്ടിലെ അംഗൻവാടികളുടെ മുഖമുദ്രയെന്നും സ്മാർട്ട് അംഗൻവാടികളിലൂടെ ആധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തിന്റെ വളർച്ചയാണ് പ്രായം ചെന്നവരുടെ എണ്ണം കൂടുന്നതിലൂടെ വെളിവാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളും ആരോഗ്യമുള്ള സമൂഹവും നമ്മുടെ നാട്ടിൽ ഏറ്റവും ആവശ്യമാണ്. അതിനൊപ്പം ഇന്ന് കേരളം നേരിടുന്നൊരു പുതിയ പ്രശ്നം കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങളെക്കാളും അധികം ആളുകൾ പ്രായമുള്ളവരാകുന്നു നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ എന്നുള്ളതാണ് പുതിയ പ്രശ്നം. അംഗൻവാടികളെ പോലെ ഭാവിയിൽ പ്രായമുള്ള ആളുകളെ പ്രത്യേകം പരിചരിക്കുവാനും അവർക്ക് വന്നിരിക്കാനും പറ്റുന്ന കേന്ദ്രങ്ങൾ അടുത്ത് തന്നെ കേരളത്തിൽ വലിയ തോതിൽ നിർമ്മിക്കേണ്ടി വരും. കാരണം നല്ലത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ആരോഗ്യം നല്ലതായതുകൊണ്ടാണല്ലോ 80-90 വയസ്സ് വരെയും നല്ല ആരോഗ്യത്തോടുകൂടി സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു തലമുറ നമുക്കുള്ളത്. അതും ഒരു കേരളത്തിന്റെ പ്രത്യേകതയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, കുട്ടികൾ, രക്ഷിതാക്കൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മൈനാഗപ്പള്ളി വേങ്ങ സെൻട്രൽ മുസ്ലിം ജമാഅത്ത് ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. MP ഫണ്ട് വിനിയോഗിച്ചായിരുന്നു ലൈറ്റ് സ്ഥാപിച്ചത്. കൊടിക്കുന്നൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വേങ്ങ സെൻട്രൽ മുസ്ലിം ജമാഅത്ത് ജംഗ്ഷനിലാണ് MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മിനി മാസ്റ്റ് ലൈറ്റ് അനുവദിച്ചത്. ലൈറ്റിന്റെ ഉദ്ഘാടനം കൊടിക്കുന്നൽ സുരേഷ് MP നിർവഹിച്ചു. ഈ വേങ്ങ സെൻട്രൽ ജമാഅത്ത് പള്ളിയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ മിനി ഹൈമാസ്റ്റ് ലൈറ്റ് അത് ഇന്ന് തന്നെ എത്ര വൈകിയാലും സ്വിച്ച് ഓൺ കർമ്മം നടത്തി അത് ഈ നാടിന് സമർപ്പിക്കുക എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹം അത് തീരുമാനമെടുത്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും DC പ്രസിഡന്റും എല്ലാവരും അതിന് അനുവാദം നൽകി. 3,40,000 രൂപ ചെലവഴിച്ചാണ് MP ഫണ്ടിൽ നിന്ന് ഈ ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചത്. ഇത് ഇവിടുത്തെ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. ജമാഅത്തിന് വൈസ് പ്രസിഡന്റ് വാഹിദും പ്രസിഡന്റും എല്ലാവരും ഇവിടെ വന്നപ്പോൾ ഈ ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചു തരണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉയരവിളക്ക് ഇവിടെ സ്ഥാപിച്ചത്. അത് ഈ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ജുമാ മസ്ജിദിൽ ജുമായ്ക്ക് രാവിലെയും വെളുപ്പാങ്കലത്തൊക്കെ വരുന്നവർക്ക് രാത്രികാലങ്ങളിൽ ഇവിടെ തങ്ങുന്നവർക്ക് സഹായകരമായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. 6 മുതൽ 10 വരെ വാർഡുകളിൽ സ്ട്രീറ്റ് ലൈൻ വലിച്ച് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 6 ലക്ഷം രൂപയും വേങ്ങ കിഴക്ക് 9-ാം വാർഡിൽ ഒരിച്ചോലിൽ കോളനിയിൽ റോഡ് നിർമ്മിക്കാൻ 5 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും MP പറഞ്ഞു. DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. കാരക്കാട്ടനിൽ വിദ്യാരംഭം ജയകുമാർ, വർഗീസ് തരകൻ, താജുദ്ദീൻ, വേങ്ങ വഹാബ്, ആലുവള നൌഷാദ്, സജീവ് വാഴോട്ട്, കൊയ്വേലി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ ലോക വനിതാ ദിനാചരണം നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് VT രമ വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് S ചന്ദ്രലേഖയുടെ അധ്യക്ഷതയിലാണ് ലോക വനിതാ ദിനാചരണം നടന്നത്. സ്ത്രീകൾ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കടന്നുവരുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്ര നവനിർമ്മാണം സമ്പൂർണ്ണമാവുകയെന്നും അത് മനസ്സിലാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VT രമ അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സംരംഭങ്ങൾ നടത്തിയിരുന്ന പല രാജ്യങ്ങളും ഇന്ന് എന്താ ചെയ്യുന്നത്? അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാണ്. സംരംഭങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി ഭാരതത്തെ മാറ്റി. നമ്മൾ വിചാരിച്ച പോരാ, ഇവിടെ നടക്കുമെന്ന് തെളിയിക്കാനുള്ള ആർജവം നരേന്ദ്രമോദിജിക്ക് ഉണ്ടായത് കൊണ്ടാണ്
വിദേശ രാഷ്ട്രങ്ങൾ ഭാരതത്തിന്റെ മണ്ണിൽ വന്ന് ഇവിടെ സംരംഭകത്വത്തിന് നാന്ദി കുറിച്ചത്. ഉജ്ജ്വൽ യോജനയും 1 രൂപയുടെ സാനിറ്ററി നാപ്കിനുമടക്കം മോദി സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ രാജ്യത്തെ കോടാനുകോടി സ്ത്രീകളുടെ ജീവിത നിലവാരത്തെയും അന്തസ്സിനെയും ഉയർത്തുന്നതായിരുന്നുവെന്നും വി.ടി. രമ പറഞ്ഞു. മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് പി. പുഷ്പകുമാരി, മണ്ഡലം ജനറൽ സെക്രട്ടറി എസ്. ഉമാദേവി, BJP സംസ്ഥാന കൗൺസിൽ അംഗം ആയൂർ മുരളി, ജില്ലാ വൈസ് പ്രസിഡന്റ് എസ്. പത്മകുമാർ, മണ്ഡലം പ്രസിഡന്റ് എസ്. ഉമേഷ് ബാബു, മണ്ഡലം സെക്രട്ടറി ബീന അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് AVM ഫൗണ്ടേഷൻ കേരള പാലത്തറയിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP മുഖ്യാതിഥിയായിരുന്നു. ൽ രൂപീകൃതമായ AVM ഫൗണ്ടേഷൻ കേരളയുടെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം FIH ജനറലേറ്റിലാണ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. പാലത്തറ FIH സിസ്റ്റേഴ്സിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ കൊല്ലം MP NK പ്രേമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. ഈ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫാണ്. വിശ്വാസമനുസരിച്ച്, വിശ്വാസ പ്രമാണമനുസരിച്ച് സിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ സന്യസ്ത സമൂഹത്തിന്റെ ജീവിതം 100% സേവനമാണ്. സമർപ്പിതമായ സേവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. FIH മദർ ജനറൽ സുപ്പീരിയർ റെക്സിയ മേരി, മികച്ച കർഷക ശോശാമ്മ എന്നിവരെ മൊമെന്റോ നൽകിയും പൊന്നാടയണിയിച്ചും സ്നേഹാദരം നൽകി. സിസ്റ്റർ എമ്മ മേരി സ്വാഗതം പറഞ്ഞു. AVM ഫൗണ്ടേഷൻ കേരള ചീഫ് ഷിബു റാവുത്തർ, ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്ത് ഹാർട്ട് ബീറ്റ്സ് ഗായകൻ രാജൻ കൈനോസ്, സാമൂഹ്യ പ്രവർത്തകൻ മുഖത്തല സുഭാഷ് എന്നിവർ സംസാരിച്ചു. സിസ്റ്റർ ഉഷാറ്റ മേരി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. അച്ഛനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ റിമാൻഡിൽ. തേവലക്കര കോയിവിള സ്വദേശി മനോജ് കുമാറിനെയാണ് റിമാൻഡ് ചെയ്ത്. മദ്യപിച്ചെത്തിയ മനോജ് പണം ആവശ്യപ്പെട്ട് പിതാവ് അച്യുതൻ പിള്ളയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മകന്റെ മർദ്ദനമേറ്റ വയോധികൻ മരിച്ച സംഭവത്തിൽ മകനെ റിമാൻഡ് ചെയ്തു. തേവലക്കര കോയിവിള പാവുമ്പ കുറവരത്തക്കതിൽ അച്യുതൻ പിള്ള മരിച്ച സംഭവത്തിലാണ് മകൻ മനോജ് കുമാറിനെ റിമാൻഡ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മദ്യലഹരിയിലെത്തിയ മനോജ് പണം ആവശ്യപ്പെട്ട് പിതാവുമായി തർക്കത്തിലാവുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു. അടിയേറ്റ് നിലത്ത് വീണ അച്യുതൻ പിള്ളയെ മുറ്റത്ത് വലിച്ചിഴക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ് രക്തം വാർന്ന് 1 മണിക്കൂറോളം വീട്ടുമുറ്റത്ത് കിടന്ന അച്യുതൻ പിള്ളയെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് മാറ്റാൻ നടത്തിയ ശ്രമം മനോജിന്റെ എതിർപ്പിനെ തുടർന്ന് വിജയിച്ചില്ല. മറ്റൊരു മകനായ അജയകുമാറിനെ ജോലി സ്ഥലത്തു നിന്നും വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നടത്തിയ ശ്രമവും വിഫലമായി. പിന്നീട് തെക്കുംഭാഗം SIമാരായ മണിലാൽ സലിം, ASI രാജേഷ്, CPO രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി മനോജിനെ കീഴ്പ്പെടുത്തിയ ശേഷമാണ് പോലീസ് ജീപ്പിൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തന്തയടിച്ച് തലപുളത്ത് കിടക്കുന്നെന്ന് പറഞ്ഞ കാരണം പരിസരവാസികൾ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് വന്നതിന് ശേഷം പോലീസ് ഈ ആളിനെ എടുക്കാൻ സമ്മതിക്കാതിരിക്കുകയും പിന്നെ പയ്യനെ ബലം പ്രയോഗിച്ച് കരസ്ഥമാക്കിയതിന് ശേഷം ഈ ആളിനെയും കൊണ്ട് ലോകരക്ഷയിൽ പോയി. ലോകരക്ഷയിൽ നിന്ന് അവിടുന്ന് കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്ക് പോയി. ഡിസ്ട്രിക്റ്റിൽ നിന്ന് പിന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലോട്ട് പോയി. മെഡിക്കൽ കോളേജിൽ വെച്ച് ആൾ മരിച്ചെന്നാണ് നമ്മുടെ അറിവ്. മദ്യപിച്ച് നിരന്തരം വഴക്കുണ്ടാക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്ന മനോജിനെതിരെ പോലീസിൽ പരാതിപ്പെടാൻ അച്യുതൻ തയ്യാറായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മദ്യലഹരിയിൽ ഇയാൾ നേരത്തെയും ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. നിരന്തരമായ മദ്യപാനിയാണ്. മദ്യപിച്ച് എക്കുകെട്ട് ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ ഈ ഇവിടെ കുടുംബം വിറ്റ ഓരി വിറ്റ കാശുകൾ വേണമെന്നും പറഞ്ഞ് നിരന്തരം പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിലായിരിക്കാം ഈ പ്രശ്നം ഉണ്ടായതെന്ന് നമ്മുടെ ഒരു വിശ്വാസം. ന്യൂസ് ബ്യൂറോ, ചവറ. CPM നേതാവ് M. ചന്ദ്രൻകുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. CPM നടുവിലെ മുറി A ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. മുതിർന്ന CPM നേതാവ് M. ചന്ദ്രൻകുട്ടി നായരുടെ നിര്യാണത്തിലാണ് അനുശോചന യോഗം ചേർന്നത്. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ മുതിർന്നയാളാണ് പോരുവഴി M. ചന്ദ്രൻകുട്ടി നായർ. CPM നടുവിലെ മുറി A ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. കോലടുത്ത് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം കാപ്പക്സ് ചെയർമാൻ M. ശിവശങ്കരപിള്ള നിർവഹിച്ചു. CPM പോരുവഴി പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. പ്രതാപൻ, ബ്രാഞ്ച് സെക്രട്ടറി രവീന്ദ്രൻ, ആർത്തിയിൽ ഷെഫീഖ്, അക്കരയിൽ ഹുസൈൻ, പ്രിയൻകുമാർ, ഷമീർ, S. സദാശിവൻപിള്ള, S. ശിവൻപിള്ള തുടങ്ങിയവർ അനുശോചന പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.
മലനട ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവത്തിന് കൊടിയേറി 17 വൈകിട്ട് 5-ന് മലക്കുട മഹാസമ്മേളനവും മലയപ്പൂപ്പൻ പുരസ്കാര വിതരണവും നടക്കും. 22-ന് കെട്ടുകാഴ്ചയോടെ മലക്കുട മഹോത്സവം സമാപിക്കും. ആയിരങ്ങളുടെ ആർപ്പുവിളികളും കരഘോഷങ്ങളും മുഖരിതമായ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവത്തിന് കൊടിയേറി. മീനമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കൊടിയേറി രണ്ടാമത്തെ വെള്ളിയാഴ്ച മലക്കുട മഹോത്സവത്തോടെ ആഘോഷങ്ങൾ സമാപിക്കും. വെള്ളിയാഴ്ച രാത്രി 9:30-ന് ക്ഷേത്രത്തിലെ മുഖ്യ ഊരാളി കൃഷ്ണൻ ആയിരങ്ങളെ സാക്ഷിയാക്കി മലയപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ കൊടിയേറ്റി. ഈ വർഷത്തെ മലയപ്പൂപ്പൻ പുരസ്കാര സമർപ്പണം ISRO ചെയർമാൻ S. ഓമദാസിനെയാണ് തെരഞ്ഞെടുത്തത്. 17-ന് വൈകിട്ട് മലനടയിൽ നടക്കുന്ന മലക്കുട മഹാസമ്മേളനത്തിൽ വെച്ച് പുരസ്കാര വിതരണം നിർവഹിക്കും. 22-നാണ് മലക്കുട മഹോത്സവം. പനപ്പെട്ടി, അമ്പലത്തമ്പാകം, കമ്പലടി, പള്ളിമുറി, നടുവിലെമുറി, വടക്കേമുറി എന്നീ കരകളിൽ നിന്നായി വലിയ എടുപ്പുകുതിരയും ഇടയ്ക്കാട് തനത് കരയിൽ നിന്ന് വലിയ എടുപ്പുകാളയും കൂടാതെ ചെറുതും വലുതുമായ 100 കണക്കിന് നന്ദികേശ രൂപങ്ങളും കെട്ടിയലങ്കരിച്ചെത്തുമ്പോൾ മലക്കുട മഹോത്സവത്തിന് മികവേകും. കൊടിയേറ്റിന് മുന്നോടിയായി സ്വർണ്ണക്കൊടി ദർശനം, സൂര്യപൊങ്കാല, കൊടിയേറ്റ് സദ്യ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പകൽപൂരം നടത്തി. ക്ഷേത്രത്തിലെ വടക്കേക്കരയുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര നടത്തിയത്. പുതിയകാവ് ദേവീ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പടനായർകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പകൽക്കാഴ്ച നടന്നത്. പുതിയകാവ് ദേവീ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. വടക്കേക്കരക്കാരുടെ നേതൃത്വത്തിലായിരുന്നു പകൽക്കാഴ്ച. വിവിധ വാദ്യമേളങ്ങൾ, അമ്മൻകുടം, ഫ്ലോട്ട് എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ ഞക്കനാൽ പാണൻതറയിൽ ശ്രീ ഭദ്ര ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. 20-ന് ഉത്സവം സമാപിക്കും. ഇതോടനുബന്ധിച്ച് ദേവി മഹാത്മ്യ തേയാഹ യജ്ഞവും നടക്കും. ഓച്ചിറ ഞക്കനാൽ പാണൻതറയിൽ ശ്രീ ഭദ്ര ദുർഗാദേവി ക്ഷേത്രത്തിലാണ് പൂയം ഉത്സവത്തിന് തുടക്കമായത്. 20-ന് ഉത്സവം സമാപിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദേവി മഹാത്മ്യ ത്രയാഹ യജ്ഞവും നടന്നുവരുന്നു. അഖിലം ശ്രീ ആചാര്യരാണ് യജ്ഞാചാര്യൻ. തന്ത്രി TC വിഷ്ണു നമ്പൂതിരി, ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R. വിനോദ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭദ്രദീപം തെളിച്ചത്. എല്ലാവരും പങ്കുകൊള്ളണം. ഇവിടുത്തെ ഉത്സവം വരുംകാലങ്ങളിൽ വളരെ വിപുലമായി നടക്കും. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ശൈശവ ദിശയിലാണ്. ഈ ശൈശവ ദശയിൽ നിന്നും ദേവിയെ ഈ നാടിൻ്റെ പ്രധാന ദേവതയാക്കി മാറ്റണമെങ്കിൽ ഭക്തജനങ്ങളായ നമ്മുടെ നിസ്സീമമായ സഹകരണവും. ചടങ്ങുകൾക്ക് ശ്രീധരൻ, സോമൻപിള്ള, രാജ്മോഹൻ, ശിവൻ, ഗണേശൻ, അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. വിഷുവിന് മുമ്പ് 3 ഗഡു ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. 1 ഗഡു പെൻഷൻ വിതരണം തുടരുകയാണ്. അടുത്ത 2 എണ്ണമാണ് വിഷുവിന് മുമ്പ് കൊടുത്തു തീർക്കുക. വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുടക്കവും വരുത്തില്ലെന്നും മന്ത്രി. സൈനികനെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കോവൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. ചിറ്റാണിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സൈനികനെ 3 അംഗ സംഘം മർദ്ദിച്ചത്. അച്ഛനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ റിമാൻഡിൽ. തേവലക്കര കോയിവിള സ്വദേശി മനോജ് കുമാറാണ് റിമാൻഡിലായത്. മദ്യപിച്ചെത്തിയ മനോജ് പണം ആവശ്യപ്പെട്ട് അച്യുതൻ പിള്ളയെ മർദ്ദിക്കുകയായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.